ഇന്ന് നമ്മൾ ബേബി ക്യാബേജും ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോകട്ടോ. വേറൊന്നുമല്ല, ഒരു തോരെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കനാലിൽ കൂടെ ഒരു ബോട്ട് പോകുന്നുണ്ടത്. ഈ ബോട്ട് എങ്ങനെ പോകുന്നതെന്ന് അറിയുമ്പോൾ നമ്മൾ സോഷ്യൽ ഹിസ്റ്ററിയിലൊക്കെ പണ്ട് പഠിച്ചിട്ടില്ലേ, സൂയിസ് കനാൽ സിസ്റ്റം, വെള്ളമൊക്കെ വറ്റിച്ചിട്ട് വലിയ ചരക്ക് കപ്പലുകളൊക്കെ കടന്നു പോകുന്നത്. അതേ സിസ്റ്റത്തിലാണ് കേട്ടോ ഇവിടുത്തെ കനാലിൽ കൂടെ ബോട്ട് പോകുന്നത്. ആദ്യം എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് സാധനങ്ങൾ വിട്ടിട്ട് വേഗം ജാക്കറ്റ് ഇട്ട് ഞങ്ങൾ ഇറങ്ങി ഓടി കേട്ടോ. ഓടി ബോട്ടൊന്നും കാണാൻ കഴിഞ്ഞില്ല. പോകുന്ന വഴി കുറച്ച് അരയനും താറാവിനെ കണ്ടു. കിട്ടിയ നടന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് വീഡിയോ എടുത്ത് കുറച്ചുകൂടെ മുന്നോട്ടാണ്. അപ്പോൾ ക്ലൈൻറ്റ് ഷോപ്പിംഗ് സെൻ്ററിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴത്തേക്ക് എനിക്ക് ബോട്ട് കാണാൻ കഴിഞ്ഞു. അതെൻ്റെ ഭാഗ്യം കൊണ്ടല്ല, അവിടെ 2 ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അത് കുറച്ച് ഡിലേ ആണ് കേട്ടോ. ഈ ബ്രിഡ്ജ് മുകളിലോട്ട് ഉയർത്തിയിട്ടാണ് ബോട്ട് അതിൻ്റെ അണ്ടറിലൂടെ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കത് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ബോട്ട് 2 ബ്രിഡ്ജിൻ്റെ അണ്ടറിലൂടെ പാസ് ചെയ്തു. അവിടെ അധികം കറങ്ങാതെ ഞാൻ വേഗം തിരിച്ച് നടന്നു. അതായത് ഇവിടെ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. സാധാരണ നമ്മൾ പുറത്ത് പോകുമ്പോൾ വെതറൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. അന്ന് ഞാൻ വെതറൊന്നും നോക്കിയില്ലായിരുന്നു. ഭാഗ്യത്തിന് വീട്ടിൽ വന്നിട്ടാണ് മഴ പെയ്തത്. അങ്ങനെ തോരൻ വെച്ചു, ഒരു മീൻകറിയും വെച്ചു, ഒരു രസം വെച്ചു. ഞാൻ എന്തുണ്ടെങ്കിലും കിട്ടിച്ചെന്നെ വിളിച്ച് പറയും കേട്ടോ. പറ്റുമെങ്കിൽ അപ്പം തന്നെ അങ്ങനെ കിട്ടിച്ചെന്നെ വിളിച്ച് പറഞ്ഞു. ഫുഡും കഴിച്ചു. അല്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല.